സിദ്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവിയൽ നമ്മൾ പാലക്കാട് സ്റ്റൈലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ള അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു വെള്ള അവിയലിൽ നമ്മൾ തൈര് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മൾ അവിയൽ പലതരത്തിൽ തയ്യാറാക്കാറുണ്ട്. പുളി ചേർത്തിട്ടും മാങ്ങ ചേർത്തിട്ടും അതുപോലെ തന്നെ തക്കാളി ചേർത്തിട്ടൊക്കെ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അവിയൽ എന്ന് പറയുന്നത് നമ്മൾ തൈര് ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ പാലക്കാടൻ രീതിയിലുള്ള ഒരു അവിയലാണ് തയ്യാറാക്കുന്നത്, വെള്ള അവിയൽ. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു രീതിയിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, കനം കുറച്ചിട്ട്. അപ്പോൾ എൻ്റെ ഈ ചേനയ്ക്ക് അല്പം ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ചേന ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ അല്പം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കയ്യിൽ പുരട്ടിയിട്ട് വേണം ക്ലീൻ ചെയ്യാനും. അതിനുശേഷം എൻ്റെ ചേനയ്ക്ക് നല്ലൊരു വേവ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ചേനേനെ സെപ്പറേറ്റ് ആയിട്ട് കുക്കറിലാണ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ചേന മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. ചില ചേനയ്ക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഈ ചേനയ്ക്ക് നല്ല വേവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കുക്കറിൽ ഒരു വിസിൽ വരെയാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. വല്ലാണ്ട് വെന്ത് കുഴയാൻ പാടില്ല. അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പച്ചക്കറികളൊന്നും കുഴഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ ചേനയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ചേന വേകുമ്പോഴേക്കും ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അച്ചിങ്ങ പയറാണ് നീളത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് നീളത്ത് കട്ട് ചെയ്തത്, മുരിങ്ങക്കായ നീളത്ത് കട്ട് ചെയ്തത്, കുമ്പളങ്ങ നീളത്ത് കട്ട് ചെയ്തത്, കുറച്ച് മത്തനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മത്തനും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ടറ്റോ നീളത്ത് കട്ട് ചെയ്തതാണ്. ഇത് ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പൊട്ടറ്റോൻ്റെ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. പിന്നെ നമ്മൾ അവിയലിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചക്കായയാണ്, നേന്ത്രക്കായ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ കറ കാരണം കറുത്ത് പോവുള്ളൂ. അത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിയൽ തയ്യാറാക്കുന്നത് മൺചട്ടിയിൽ വെച്ചിട്ടാണ്. മൺചട്ടിയിലേക്ക് ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് പച്ചക്കറികൾ വേവുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യുക. മൺചട്ടിയിൽ അല്പം എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേന്ത്രക്കായയാണ്. പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അച്ചിങ്ങപ്പയറാണ്. കിഴങ്ങ് കട്ട് ചെയ്ത് ചേർക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് മത്തനേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ മത്തൻ ചേർത്തിട്ടുണ്ട്. കുമ്പളങ്ങ നീളത്ത് കട്ട് ചെയ്തത്, അതുപോലെ വെള്ളരിക്ക ചേർക്കാം, പടവലങ്ങ ചേർക്കാം, കോവയ്ക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. ഇടയ്ക്കൊന്ന് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. പച്ചക്കറികളെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 1/4 വേവ് ആകുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. പച്ചക്കറിയൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഫ്രോസൺ തേങ്ങാപ്പീര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നന്നായി അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനത്തെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഒതുക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പച്ചക്കറികളൊക്കെ വെന്തോ എന്നുള്ളത് നോക്കാം. പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള ചേനയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അങ്ങനെ അരപ്പും ചേർത്ത ശേഷം നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങളൊന്നും പൊടിയാത്ത രീതിയിലൊന്നും വേണം ഇളക്കിയെടുക്കാൻ. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെയാണ് നമ്മളിനി വറ്റിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ തന്നെ വറ്റി കിട്ടുന്നതാണ്. ഞാനിത് അരപ്പും എല്ലാ ഭാഗത്തേക്കും
ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയാണ് നമുക്ക് ഈ അരപ്പൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. അരപ്പിട്ട ശേഷം ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി തൈര് ചേർക്കാം. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത ശേഷം ഒരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് നല്ല പുളിയുള്ള കട്ടത്തൈര്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ തൈരും കൂടി ചേർത്ത ശേഷം എല്ലാ വെജിറ്റബിൾസും ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത ശേഷം പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ മൺചട്ടിയുടെ ചൂടിൽ തന്നെ തൈരും അതുപോലെ തന്നെ വെജിറ്റബിൾസായിട്ട് നന്നായി മിക്സായി വരും. എപ്പോഴും അവിയൽ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് പുളിയുള്ള തൈര് വെച്ചിട്ട് വേണം ഈ ഒരു അവിയലൊക്കെ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ ഒരു ദിവസം ഒന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും പുളിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് അവിയലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാലക്കാട് സ്പെഷ്യലായിട്ടുള്ള വെള്ള അവിയലൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത ശേഷം അടച്ചു വെച്ചിട്ടുള്ളതാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ സ്പെഷ്യൽ വെള്ള അവിയലാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവിയലിൽ ഞാൻ പാവയ്ക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ പാവയ്ക്കും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു അവിയൽ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാവയ്ക്കും കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അവിയൽ നമുക്ക് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും വിഷുവിന് ഈ ഒരു രീതിയിൽ വെള്ള അവിയൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.